ചാണക്യന്റെ ഏറ്റവും അപകടകരമായ തന്ത്രം. നിങ്ങൾ ആരെയെങ്കിലും മനഃപൂർവ്വം വിഡ്ഢിയായി അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ബുദ്ധിമാനായ വ്യക്തി എന്തിനാണ് പുറമെ ഒരു മണ്ടനെപ്പോലെ കാണപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെയൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചാണക്യന്റെ ഏറ്റവും അപകടകരമായ മന്ത്രം നിങ്ങളുടെ കൺമുന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയാതെ പോയതാകാം. ലോകം മുഴുവൻ സ്മാർട്ടാകൂ, വേഗത്തിലാകൂ, എതിരാളി എന്തു ചിന്തിക്കുന്നുവെന്ന് മുൻകൂട്ടി അറിയൂ എന്ന് ആക്രോശിക്കുമ്പോൾ ഒരാൾ ശാന്തമായ ഒരു ചിരിയോടെ സ്വയം വിഡ്ഢിയായി തെളിയിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അയാൾ ശരിക്കും വിഡ്ഢിയാണോ? അയാൾ ചാണക്യന്റെ ശിഷ്യനാണ്. യഥാർത്ഥ ശക്തി മറച്ചുവെക്കുന്നതിലാണ് എന്ന് പഠിച്ചവൻ. ശത്രുവിന് നിങ്ങൾ ഒരു ഭീഷണിയെ അല്ല എന്ന് തോന്നുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യാമെന്ന് അയാൾക്കറിയാം. വിഡ്ഢിയെപ്പോലെ കാണപ്പെടുക, കളി മാറ്റി എഴുതുക. ഇതൊരു സാധാരണ ആശയമല്ല, ഇതൊരു ആയുധമാണ്. യുദ്ധത്തിനു മുൻപേ വിജയം നേടിക്കൊടുക്കുന്ന ഒരു മാനസിക ബ്രഹ്മാസ്ത്രം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചക്രവർത്തി ചന്ദ്രഗുപ്തനെ മണ്ണിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തിയ അതേ തന്ത്രത്തെക്കുറിച്ചാണ്. ചാണക്യനെ തക്ഷശിലയിൽ നിന്ന് പുറത്തുവന്ന് മഗധയുടെ സിംഹാസനത്തിൽ തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ പ്രാപ്തനാക്കിയ അതേ അറിവിനെക്കുറിച്ചാണ് കഥ തുടങ്ങുന്നത്. എല്ലാവരും തോൽവി സമ്മതിച്ച ഒരിടത്തു നിന്നാണ് ഈ കഥയുടെ തുടക്കം. ശത്രുക്കൾ ചാണക്യനെ പരിഹസിച്ചു, അപമാനിച്ചു. അദ്ദേഹത്തിന്റെ തലമുടി പിടിച്ച് രാജ്യസഭയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതെ, ഇന്ന് നമ്മൾ കൗടില്യനെന്നും തന്ത്രങ്ങളുടെ ദേവനെന്നും വിളിക്കുന്ന അതേ ചാണക്യൻ. പക്ഷേ അന്ന് അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം പോരാടിയില്ല, നിലവിളിച്ചില്ല, പ്രതികാരം ചെയ്തില്ല. കുറഞ്ഞപക്ഷം പുറമെ അങ്ങനെ ചെയ്തില്ല. അദ്ദേഹം നിശബ്ദമായി ചിരിച്ചു, വിഡ്ഢിയായി നടിച്ചു. എന്നിട്ട് അവിടുന്ന് നടന്നുപോയി. എന്തുകൊണ്ട്? പുറമേ കാണുന്നത് സത്യമല്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. നിങ്ങൾ ശക്തനാണ്. ആ വിവരം എല്ലാവരും അറിഞ്ഞാൽ ലോകം നിങ്ങളെ ഭയപ്പെടുകയല്ല, മറിച്ച് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. എന്നാൽ നിങ്ങൾ സ്വയം ദുർബലനായി കാണിച്ചാൽ, വിഡ്ഢിയായി കാണിച്ചാൽ, എതിരാളി നിങ്ങളെ നിസ്സാരമായി കാണും. അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. ചാണക്യൻ അന്ന് ലോകത്തിനൊരു മന്ത്രം നൽകി. സമയമാകുന്നതുവരെ തന്റെ ബുദ്ധി മറച്ചുവെക്കുകയും സമയം വരുമ്പോൾ ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ഇനി ആലോചിച്ചു നോക്കൂ. വീണ്ടും വീണ്ടും തോൽക്കുകയും എന്നിട്ടും ചിരിക്കുകയും ചെയ്യുന്ന, എല്ലാവരും മണ്ടനെന്ന് വിളിക്കുന്ന, എന്നാൽ ഓരോ തോൽവിക്ക് ശേഷവും വലിയൊരു മാറ്റം വരുത്തുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാൾ വിഡ്ഢിയല്ല, അയാൾ ചാണക്യന്റെ ശിഷ്യനാണ്. ഒരുപക്ഷെ നിങ്ങൾ സ്വയമതായിരിക്കാം. ഈ അറിവ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചില്ലായിരിക്കാം. ഈ വീഡിയോ വെറുമൊരു വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായേക്കാം. നിങ്ങൾ സ്വയം ഒരു മണ്ടനാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, ലോകം നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയം ദുർബലനായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തെന്നാൽ ഇവിടെ നിന്ന് നമ്മൾ ചാണക്യൻ നടന്ന അതേ ഇരുണ്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ പോകുകയാണ്. അവിടെ ഓരോ തിരിവിലും അപമാനവും ചതിയും തോൽവിയുമുണ്ടായിരുന്നു. എന്നാൽ ഓരോ തോൽവിയിലും ഒരു പാഠമുണ്ടായിരുന്നു. ഓരോ പാഠത്തിലും ഒരു പദ്ധതിയുണ്ടായിരുന്നു. ഓരോ പദ്ധതിയിലും ഒരു വിപ്ലവം ഒളിഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കും, എങ്ങനെയാണ് വിഡ്ഢിയായി നടിക്കുന്നത് ഒരു തന്ത്രമാകുന്നത്? ചാണക്യൻ ഈ മന്ത്രം ഉപയോഗിച്ച് വലിയ വലിയ ആളുകളെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തിയത്? ഏറ്റവും വലിയ ചോദ്യം. സോഷ്യൽ മീഡിയയുടെ ഈ ലോകത്ത് എല്ലാവരും സ്വയം ജ്ഞാനിയായ ഇൻഫ്ലുവൻസറും മോട്ടിവേറ്ററുമാണെന്ന് പറയുമ്പോൾ വിഡ്ഢിയായി കാണപ്പെടുന്നത് ഏറ്റവും ശക്തമായ ആയുധമായി മാറുമോ? എല്ലാം അറിയാമെങ്കിലും നിങ്ങൾ എന്തിനാണ് സ്വയം അറിയാത്തവരായി കാണിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ മന്ത്രത്തിന്റെ ഇരയാണോ അതോ അതിന്റെ യോദ്ധാവോ? ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനം നമ്മൾ ചാണക്യൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന് മാത്രം നൽകിയ ആ രഹസ്യസൂത്രം പറയും. അത് കേട്ടാൽ നിങ്ങൾ ഒരിക്കലും പഴയതുപോലെയായിരിക്കില്ല. തയ്യാറാകൂ. നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായി മാറ്റിയെഴുതാൻ പോകുന്ന ആ രഹസ്യം ഇന്ന് നിങ്ങൾ അറിയാൻ പോകുകയാണ്. വിഡ്ഢിയായി കാണപ്പെടുക, കളി മാറ്റിയെഴുതുക. ചാണക്യന്റെ ഏറ്റവും അപകടകരമായ മന്ത്രം ഇന്ന് ആദ്യമായി നിങ്ങളുടെ മുന്നിൽ പൂർണ്ണമായി വെളിപ്പെടുത്താൻ പോകുകയാണ്. നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ യാത്ര നമുക്ക് തുടങ്ങാം. ബുദ്ധി ഒളിച്ചുവെക്കുന്നിടത്താണ് വിപ്ലവം ജനിക്കുന്നത്. അധ്യായം 1. ശക്തി മറച്ചുവെക്കുക, ശത്രുവിനെ ഭ്രമിപ്പിക്കുക, ശക്തി ഒളിച്ചുവെക്കൽ. ആരാണോ കുറവ് സംസാരിക്കുന്നത് അവരുടെ നീക്കങ്ങൾ അത്രയേറെ ആഴമുള്ളതായിരിക്കും. ആരാണോ കൂടുതൽ വിഡ്ഢിയായി കാണപ്പെടുന്നത് അവരുടെ തന്ത്രങ്ങൾ അത്രയേറെ അപകടകരവുമായിരിക്കും. ഒരു രംഗം മനസ്സിൽ സങ്കൽപ്പിക്കുക. ഒരു വലിയ സഭ. രാജകീയ സിംഹാസനത്തിൽ അഹങ്കാരിയായ രാജാവ് ധനനന്ദനിരിക്കുന്നു. ചുറ്റും കൊട്ടാരം നിറയെ മന്ത്രിമാരും ദർബാറികളും. അദ്ദേഹത്തിന്റെ ചിരിയിൽ ഗർവ് നിറഞ്ഞിരിക്കുന്നു. മുന്നിലൊരു മെലിഞ്ഞ സാധാരണക്കാരനായ ബ്രാഹ്മണൻ നിൽക്കുന്നു, ചാണക്യൻ. അദ്ദേഹത്തിന്റെ മുടി അലങ്കോലമാണ്, വസ്ത്രങ്ങൾ സാധാരണമാണ്, മുഖം പ്രഭയോടെ തിളങ്ങുന്നുണ്ടെങ്കിലും രാജാവ് അത് കാണുന്നില്ല. അദ്ദേഹം പുറമേയുള്ള രൂപം മാത്രം കാണുന്നു, എന്നിട്ട് ചിരിക്കുന്നു. നീയാണോ രാഷ്ട്രീയ ഉപദേശം നൽകാൻ വന്നിരിക്കുന്നത്? ഈ വേഷത്തിൽ
നിന്നെ കണ്ടാൽ തന്നെ ഒരു വിഡ്ഢിയായി തോന്നുന്നു. മുഴുവൻ സഭയിലും ചിരിമുഴങ്ങി. എല്ലാവരും ചിരിക്കുന്നു. ഒരാൾ മാത്രം ചിരിക്കുന്നില്ല, ചാണക്യൻ. അദ്ദേഹം ഒന്നും പറയുന്നില്ല. ദേഷ്യമില്ല, പ്രതികരണമില്ല. അദ്ദേഹം വെറുതെ തലകുനിച്ചു, അവിടുന്ന് നടന്നുപോയി. പക്ഷെ പോകുമ്പോൾ അദ്ദേഹം മനസ്സിൽ ഒരു വാചകം ആവർത്തിച്ചു: ഇനി ഈ കളി ഞാൻ കളിക്കും. പക്ഷെ ഈ രാജാവ്, നിന്റെ നാശം എപ്പോൾ, എങ്ങനെ തുടങ്ങിയെന്ന് പോലും നീ അറിയില്ല. ശക്തി മറച്ചുവെക്കുക. ഇതാണ് ചാണക്യനീതിയുടെ ആദ്യത്തെ അസ്ത്രം. ചാണക്യനറിയാമായിരുന്നു, കാണുന്നത് എപ്പോഴും സത്യമായിരിക്കില്ല. സത്യം ഒരിക്കലും പുറത്തു കാണിക്കുകയും ചെയ്യരുത്. ശക്തി കാണപ്പെടാതിരിക്കുമ്പോൾ മാത്രമേ എതിരാളി ജാഗരൂകനാകാതിരിക്കൂ. ആരാണോ ജാഗ്രതയില്ലാത്തവൻ, അയാൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നു. ഇനി ചിന്തിക്കൂ, അന്ന് ചാണക്യൻ രാജാവിനോട് പോരാടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, തർക്കിച്ചിരുന്നെങ്കിൽ, തന്റെ ബുദ്ധി തെളിയിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? രാജാവ് അദ്ദേഹത്തെ കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ പരിഹസിച്ച ശേഷം മറന്നുപോകുമായിരുന്നു. പക്ഷേ ചാണക്യൻ മറ്റൊന്നാണ് ചെയ്തത്. അദ്ദേഹം ശത്രുവിനെ ഭ്രമത്തിലാഴ്ത്തി. ഭ്രമം ശത്രുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നമാണ്. ശത്രു താൻ വിജയിക്കുകയാണെന്ന് കരുതുന്നു. മുന്നിലുള്ളയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കരുതുന്നു. അവിടെ നിന്ന് തന്നെ അവന്റെ പതനം തുടങ്ങുന്നു. ചാണക്യൻ ഈ ഭ്രമത്തെ തന്റെ ആയുധമാക്കി. അദ്ദേഹം ഒരു സാധുവിനെപ്പോലെ കാണപ്പെട്ടു, ഒരു വിഡ്ഢിയെപ്പോലെ, നിസ്സഹായനായ ഒരു ബ്രാഹ്മണനെപ്പോലെ പെരുമാറി. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടന്നിരുന്നത് ഒരു വിപ്ലവത്തിന്റെ വിത്തായിരുന്നു. ഇന്ന് നിങ്ങളോടൊരു ചോദ്യം: എല്ലാം അറിയാമെങ്കിലും ഒന്നും പുറത്തു പറയാത്ത, എല്ലാം മനസ്സിലാക്കിയിട്ടും മുന്നിലുള്ളയാൾക്ക് ഇതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാണക്യനീതിയുടെ യഥാർത്ഥ രൂപം കണ്ടുകഴിഞ്ഞു. ഇന്നത്തെ കാലത്തും ഈ നയം അത്രത്തോളം ശക്തമാണ്. നിങ്ങളൊരു ജനക്കൂട്ടത്തിൽ നിശബ്ദനായി നിൽക്കുമ്പോൾ, ആളുകൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ, അവിടെ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ കഴിയുന്നത്. ആളുകൾ നിങ്ങളെ ദുർബലനായി കരുതുന്നുവെങ്കിൽ നിങ്ങളത് തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വയം തെളിയിക്കാൻ ശ്രമിക്കുന്നവൻ തന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ചാണക്യൻ ഒരിക്കലും എനിക്കറിയാം എന്ന് പറഞ്ഞ് നടന്നില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ അദ്ദേഹം എല്ലാം കാണുകയായിരുന്നു, കേൾക്കുകയായിരുന്നു, മനസ്സിലാക്കുകയായിരുന്നു. അദ്ദേഹം സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. സമയം വന്നപ്പോൾ അദ്ദേഹം ഒരു സാമ്രാജ്യം മുഴുവൻ പിടിച്ചുകുലുക്കി. ഇപ്പോൾ ചിന്തിക്കൂ, നിങ്ങൾ എന്തു ചെയ്യുന്നു? നിങ്ങൾ എല്ലായിടത്തും സ്വയം തെളിയിക്കാൻ ശ്രമിക്കാറുണ്ടോ? എല്ലാ കാര്യത്തിലും സംസാരിക്കാറുണ്ടോ? ആരെങ്കിലും നിങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ തർക്കത്തിലേർപ്പെടാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചാണക്യനീതിക്കെതിരാണ്. ചാണക്യൻ പറയുന്നു, എല്ലായിടത്തും സംസാരിക്കുന്നവനല്ല ബുദ്ധിമാൻ, സംസാരിക്കുമ്പോൾ ചരിത്രം തിരുത്തിയെഴുതാൻ കഴിവുള്ളവനാണ് ബുദ്ധിമാൻ. ചാണക്യൻ തന്റെ ശത്രുക്കൾക്ക് വിഡ്ഢിത്തത്തിന്റെ ഭ്രമം നൽകി. ഈ ബ്രാഹ്മണന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ കരുതി. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതേ ബ്രാഹ്മണൻ ധനനന്ദൻ ശിരസ് കുനിച്ച ഒരു ചക്രവർത്തിയെ വളർത്തിയെടുത്തു. ഓർമ്മിക്കുക, ശക്തി ഒളിച്ചിരിക്കുമ്പോൾ അതൊരു നിഴലായി പ്രവർത്തിക്കുന്നു. അത് മുന്നിൽ വരുമ്പോൾ ഒരു കൊടുങ്കാറ്റായി എല്ലാം ഒഴുക്കിക്കളയുന്നു. ഇനി ചോദ്യമിതാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി മറച്ചുവെക്കാൻ കഴിയുമോ? നിശബ്ദമായി തയ്യാറെടുക്കാൻ കഴിയുമോ? വിഡ്ഢിയായി നടിച്ചുകൊണ്ട് ലോകത്തെ ഭ്രമിപ്പിക്കാൻ കഴിയുമോ? എന്നിട്ട് ശരിയായ സമയം വരുമ്പോൾ എല്ലാവരെയും ഞെട്ടിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചാണക്യനീതിയുടെ യഥാർത്ഥ യോദ്ധാവാണ്. അധ്യായം 2. നാടകത്തിലെ ഏറ്റവും വലിയ നടൻ. ചാണക്യന്റെ മാസ്റ്റർ പ്ലാൻ. ഒളിവിലെ കളി. ലോകം കൈയടിക്കുമ്പോൾ അദ്ദേഹം നിശബ്ദമായി കരുക്കൾ നീക്കുകയായിരുന്നു. കളി കഴിഞ്ഞെന്ന് എല്ലാവരും കരുതി. പക്ഷേ എല്ലാവരും ചിന്ത അവസാനിപ്പിച്ചപ്പോഴാണ് യഥാർത്ഥ നീക്കം നടന്നത്. ഒരു രംഗം സങ്കൽപ്പിക്കുക. മഗധയുടെ ഇടതൂർന്ന കാടുകളിൽ ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ എല്ലാ ദിവസവും ഒരു കുട്ടിയെ വാൾപ്പയറ്റ് പഠിപ്പിക്കുന്നു. ആ ബ്രാഹ്മണൻ ഒരു സാധാരണ അധ്യാപകനല്ല. അദ്ദേഹമാണ് ചാണക്യൻ. ആ കുട്ടിയോ? അവൻ ഒരു രാജകുമാരനല്ല. അവൻ സമൂഹത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട, വിശന്ന, ദാഹിച്ച ഒരു സാധാരണ അനാഥബാലനാണ്, ചന്ദ്രഗുപ്തൻ. രാജ്യം അവഗണിച്ചവനും ആരും യോഗ്യനെന്ന് കരുതാത്തവനും. പക്ഷെ ചാണക്യൻ കണ്ടു ആ കുട്ടിയുടെ കണ്ണുകളിൽ രാജഭരണം നടത്താനുള്ള തീ. അവിടെ നിന്നാണ് ചാണക്യന്റെ ഏറ്റവും വലിയ നാടകം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ. ധനനന്ദനെ തോൽപ്പിക്കാൻ വാളല്ല, മറിച്ച് ഒരു മുഖംമൂടിയാണ് ആവശ്യമെന്ന് ചാണക്യൻ അറിഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ പോരാടുന്ന ഒരു കരു, പോൺ. മറയുടെ പിന്നിൽ നിന്ന് കളി മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു കളിക്കാരൻ, പ്ലെയർ. എന്തുകൊണ്ട്? കാരണം ചിലപ്പോൾ വിജയിക്കാൻ സ്വയം പിന്നോട്ടു പോകേണ്ടിവരും. സ്വയം രാജാവായി കാണിക്കുകയല്ല, മറിച്ച് ഒരു രാജാവിനെ സൃഷ്ടിക്കേണ്ടിവരും. ചാണക്യൻ അതാണ് ചെയ്തത്. ലോകത്തിന് അദ്ദേഹം കാണിച്ചുകൊടുത്തു, ഞാനൊരു ഗുരു മാത്രമാണ്, ഞാൻ പഠിപ്പിക്കുന്നു. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ചക്രവർത്തിയെ രൂപപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ ചിന്തിക്കൂ, ഇത്രയും വലിയൊരു നടനാകാൻ ആർക്ക് കഴിയും? സ്വയം ഇത്രയും ശാന്തനും ലളിതനുമായി കാണിച്ച ഒരാൾ. അതുകൊണ്ടുതന്നെ ആരാണ് യഥാർത്ഥത്തിൽ അപകടകാരിയെന്ന് ശത്രുവിന് ഒരിക്കലും മനസ്സിലായില്ല. ധനനന്ദൻ കരുതി ചാണക്യൻ പോയി.
അയാൾ കാടുകളിൽ അലയുകയാണ്. ഇനി എന്നെ വെല്ലുവിളിക്കാൻ ആരുമില്ല. പക്ഷേ അദ്ദേഹം അറിഞ്ഞില്ല, താൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയ ചാണക്യൻ കാട്ടിലിരുന്ന് ഒരു രാജാവിന്റെ ആത്മാവിനെ സൃഷ്ടിക്കുകയാണെന്ന്. ഇതായിരുന്നു നാടകത്തിലെ ഏറ്റവും അപകടകരമായ ഭാഗം. നിങ്ങൾ തോറ്റെന്ന് ലോകം മനസ്സിലാക്കുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറ പാകിക്കഴിഞ്ഞിരിക്കും. ചാണക്യൻ എല്ലാ ചുവടിലും അഭിനയിക്കുകയായിരുന്നു. വിഡ്ഢിത്തത്തിന്റെ നാടകം, ലാളിത്യത്തിന്റെ നാടകം, വിനയത്തിന്റെ നാടകം. പക്ഷേ അദ്ദേഹത്തിനറിയാമായിരുന്നു, ഓരോ അഭിനയത്തിനും പിന്നിൽ വളരെ ആഴത്തിലുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന്. ഇതൊരു ചരിത്രം മാത്രമല്ല, ഇത് ഇന്നത്തെ സത്യം കൂടിയാണ്. ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കുന്ന ആളുകൾ ശരിക്കും ശക്തരാണോ, അതോ നിശബ്ദരായിരിക്കുന്നവരാണോ യഥാർത്ഥ കളിക്കാർ? ചാണക്യൻ പറയുന്നു, സിംഹം ഒരിക്കലും എല്ലാ സമയത്തും അലറില്ല. കാട് വിജനമാവുകയും ഇര ഏറ്റവും അടുത്തെത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഗർജനമുണ്ടാകുന്നത്. എന്തായിരുന്നു ചാണക്യന്റെ മാസ്റ്റർ പ്ലാൻ? 1. ചന്ദ്രഗുപ്തനെ രഹസ്യമായി പരിശീലിപ്പിക്കുക. 2. അവന്റെ വ്യക്തിത്വം മറച്ചുവെച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കുക. 3. സമയം വരുമ്പോൾ സിംഹാസനം പിടിച്ചുകുലുക്കാനുള്ള ശക്തി അവന് നൽകുക. ഇതൊരു നേർക്കുനേർ യുദ്ധമായിരുന്നില്ല, ഇതൊരു നാടകമായിരുന്നു. ചാണക്യൻ തോറ്റെന്ന് എല്ലാവരും കരുതിയ ഒരു നാടകം. എന്നാൽ സത്യത്തിൽ ചാണക്യൻ തന്റെ കരുവിനെക്കൊണ്ട് സാമ്രാജ്യം മുഴുവൻ കീഴ്മേൽ മറിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ സ്വയം തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കളി നിയന്ത്രിക്കുന്ന ഒരു കളിക്കാരനായി കാണുന്നുണ്ടോ? നിങ്ങളുടെ പേരുകൊണ്ടല്ല, നിങ്ങളുടെ പ്രവൃത്തികൊണ്ട് ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ? ചാണക്യൻ രാജാവായില്ല. അദ്ദേഹത്തിന്റെ പേര് നാണയങ്ങളിൽ അച്ചടിച്ചില്ല. അദ്ദേഹത്തിനു വേണ്ടി കൊട്ടാരങ്ങൾ പണിതില്ല. എന്നിട്ടും എല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തിന്റെ വിരലുകളിൽ നൃത്തം ചെയ്തു. എന്തുകൊണ്ട്? അദ്ദേഹം തന്റെ ഞാൻ ഉപേക്ഷിച്ചു. തന്റെ ദാഹം, അഹങ്കാരം, ദേഷ്യം എല്ലാം തന്റെ ലക്ഷ്യത്തിനു പിന്നിൽ മറച്ചുവെച്ചു. ലോകത്തിനു മുന്നിൽ അദ്ദേഹം ഒരു നാടകം കളിച്ചു. പക്ഷേ ആ തിരക്കഥയിൽ വിപ്ലവം എഴുതിയിരുന്നു. ഇതാണ് ചാണക്യനീതി. നിങ്ങൾ അവസാനിച്ചെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും അപകടകാരിയായി മാറുന്നത്. ഇപ്പോൾ ചിന്തിക്കൂ, നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയാണോ, അതോ ലോകത്തിന്റെ തിരക്കഥയിലെ ഒരു കഥാപാത്രമായി ഒതുങ്ങുകയാണോ? നിങ്ങൾക്ക് നായകനാകാൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞപക്ഷം നായകന്മാരെ സൃഷ്ടിക്കുന്ന ചാണക്യനെങ്കിലും ആവുക. അധ്യായം 3. ക്ഷമ. വിഡ്ഢിയുടെ ഏറ്റവും മാരകമായ ആയുധം, കാത്തിരിപ്പിന്റെ ശക്തി. ശത്രു ഞാൻ ഉറങ്ങുകയാണെന്ന് കരുതിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുകയായിരുന്നു. ഞാൻ ഒരു വാക്കുപോലും സംസാരിക്കാതിരുന്നപ്പോൾ എന്റെ ഏറ്റവും അപകടകരമായ പദ്ധതിക്ക് ജന്മം നൽകുകയായിരുന്നു. ക്ഷമ. ആളുകൾ ഇതിനെ ഒരു ദൗർബല്യമായി കരുതുന്നു. ഒന്നും ചെയ്യാത്തവൻ നിസ്സഹായനാണെന്നവർ കരുതുന്നു. നിശബ്ദനായവൻ ഭീരുവാണെന്ന്, എല്ലാം സഹിക്കുന്നവൻ തോറ്റവനാണെന്ന്. പക്ഷെ ചാണക്യൻ പറയുന്നു, ക്ഷമ വിഡ്ഢിയുടേതല്ല, ഏറ്റവും അപകടകാരിയായ യോദ്ധാവിന്റെ ആയുധമാണ്. ഒരു രംഗം മനസ്സിൽ സങ്കൽപ്പിക്കുക. ചാണക്യൻ കാടുകളിലാണ്. മഴ പെയ്യുന്നു, വിശപ്പുണ്ട്, രോഗമുണ്ട്, സൈന്യമില്ല, ഒരു സഹായവുമില്ല. തോളിൽ ഒരേയൊരു ദൃഢനിശ്ചയം മാത്രം. മഗധയിലെ വിപ്ലവം. അദ്ദേഹം നിശബ്ദനാണ്. താൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആരും അദ്ദേഹത്തെ ഭയപ്പെടുന്നില്ല. രാജാവ് കരുതുന്നു, ഈ ബ്രാഹ്മണൻ തോറ്റുപോയി. പക്ഷേ ചാണക്യൻ ആ മഴയിൽ ചന്ദ്രഗുപ്തന്റെ ശക്തിയെ വാർത്തെടുക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥ ക്ഷമ. ക്ഷമ എന്നാൽ കാത്തിരിക്കുക. ആക്രമിക്കുന്നതിനു മുൻപ് ഒരു അപകടവുമില്ലെന്ന് ശത്രുവിനുറപ്പാകുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുക. ക്ഷമ എന്നാൽ ദേഷ്യം ഉള്ളിലൊതുക്കുക. കാരണം ദേഷ്യം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പലപ്പോഴും തന്ത്രങ്ങൾ മരിക്കുന്നു. ക്ഷമ എന്നാൽ നിങ്ങളുടെ ചിരിക്ക് മറുപടിയായി ഞാൻ പുഞ്ചിരിക്കുന്നത്. കാരണം എന്റെ നിശബ്ദതയാണ് നിങ്ങളുടെ തോൽവി എഴുതുകയെന്ന് എനിക്കറിയാം. ഒരു കഥ കേൾക്കുക. ചാണക്യനെ രാജ്യസഭയിൽ അപമാനിച്ചു പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ തലമുടി നടുറോഡിൽ വെച്ച് കെട്ടിയിട്ടു. പരിഹസിച്ചു, തുപ്പി, ഓടിച്ചുവിട്ടു. മറ്റൊരാളായിരുന്നെങ്കിൽ അവിടെ വെച്ച് പോരാടിയേനെ, പ്രതികാരം ചെയ്തേനെ, ഒരുപക്ഷെ മരിച്ചേനെ. പക്ഷേ ചാണക്യൻ എന്തു ചെയ്തു? അദ്ദേഹം പ്രതിജ്ഞയെടുത്തു, ധനനന്ദന്റെ സാമ്രാജ്യം നശിക്കുന്നതുവരെ ഞാൻ ഈ മുടി അഴിക്കുകയില്ല. ഇപ്പോൾ ചിന്തിക്കൂ, എത്രമാത്രം കോപമുണ്ടാകും അദ്ദേഹത്തിന്, എത്രമാത്രം അപമാനം, എത്രമാത്രം മുറിവ്. പക്ഷേ അദ്ദേഹം ആ കോപത്തെ ക്ഷമയാക്കി മാറ്റി. എന്തുകൊണ്ട്? കാരണം ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനം ഒരു പ്രതികരണം മാത്രമായി മാറും. എന്നാൽ ക്ഷമയോടെ എടുക്കുന്ന തീരുമാനം ഒരു വിപ്ലവമായി മാറും. ഇന്നത്തെ ലോകത്തും ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടിയാൽ, അപമാനിച്ചാൽ, നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുന്നു? ഉടൻ മറുപടി നൽകുമോ? സോഷ്യൽ മീഡിയയിൽ ദേഷ്യം പ്രകടിപ്പിക്കുമോ? അതോ തർക്കങ്ങളിൽ സമയം കളയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ചാണക്യൻ പറയുന്നു, ഉടൻ മറുപടി നൽകുന്നവൻ കളിക്കാരനല്ല, വെറുമൊരു കരു മാത്രമാണ്. യഥാർത്ഥ കളിക്കാരൻ കാത്തിരിക്കും, ശാന്തമായി ഇരിക്കും, കേൾക്കും, കാണും, പക്ഷേ പ്രതികരിക്കില്ല. എന്തുകൊണ്ട്?
കൊടുങ്കാറ്റിനു ശേഷം മാത്രമേ ആകാശം തെളിയൂ എന്ന് അയാൾക്കറിയാം. ശ്രദ്ധിക്കുക, ക്ഷമ എന്നാൽ തോൽവിയല്ല, മറിച്ച് ഒരു ദിവസം ലോകത്തിന് മുഴുവൻ വെളിച്ചവും ചാരവും നൽകാൻ കഴിവുള്ള ആ തീയെ കെടാതെ സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ ചോദ്യമിതാണ്, നിങ്ങൾ ആരാണ്? എല്ലാ കാര്യത്തിലും തകർന്നു പോകുന്ന വ്യക്തിയോ, അതോ എല്ലാം കേട്ട് സ്വയം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വ്യക്തിയോ? കാരണം ചാണക്യനീതി പഠിപ്പിക്കുന്നത് ഇതാണ്: ആർക്കാണോ സഹിക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ. ചാണക്യൻ ആദ്യമായി ചന്ദ്രഗുപ്തനെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് പോരാടാൻ പോലും അറിയില്ലായിരുന്നു, സംസാരിക്കാൻ പോലും അറിയില്ലായിരുന്നു. പക്ഷെ ചാണക്യൻ 7 വർഷം ക്ഷമയോടെ കാത്തിരുന്നു. എല്ലാ ദിവസവും അവനെ തയ്യാറാക്കി, എല്ലാ ദിവസവും ലോകത്തിന്റെ കണ്ണിൽ നിന്ന് അവനെ രക്ഷിച്ചു. എന്തുകൊണ്ട്? കാരണം മഹത്തായ മാറ്റങ്ങൾ എപ്പോഴും പതിയെ മാത്രമേ സംഭവിക്കൂ എന്നും തിടുക്കത്തിലുള്ളതൊന്നും നിലനിൽക്കില്ല എന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു. ഇതായിരുന്നു ചാണക്യന്റെ 3ാമത്തെ മാരകമായ മന്ത്രം: ക്ഷമയോടെയിരിക്കുക. ലോകം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് കരുതട്ടെ, എന്നിട്ട് നിങ്ങൾ ആക്രമിക്കുമ്പോൾ അതൊരു ചരിത്രമായി മാറണം. ഇപ്പോൾ ചിന്തിക്കൂ, ഇത്രയും ക്ഷമ നിങ്ങൾക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയുമോ? ലോകം മുഴുവൻ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുമോ? ശരിയായ സമയം വരുമ്പോൾ ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കാൻ കഴിയുന്നത്ര ശക്തി നിങ്ങൾക്ക് ഒളിച്ചുവെക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചാണക്യനീതിയുടെ യഥാർത്ഥ അവകാശിയാണ്. അധ്യായം 4: ചിരിക്കുക, കരയുക, പക്ഷേ വിഡ്ഢിയായി തുടരുക. മുഖംമൂടിയുടെ ശക്തി. ലോകം നിങ്ങളെ വിഡ്ഢിയായി കണ്ടാൽ പുഞ്ചിരിക്കുക. കാരണം ശത്രുവിന് കളി തന്നെ മനസ്സിലാകാത്ത തന്ത്രമാണ് ഏറ്റവും മാരകമായത്. വിഡ്ഢിയായി നടിക്കുക, കളി മാറ്റിയെഴുതുക. ഇതായിരുന്നു ചാണക്യന്റെ ഏറ്റവും അപകടകരമായ മന്ത്രം. ഇത് അധികാരം, രാഷ്ട്രീയം, ചരിത്രം എന്നിവയെ മുഴുവൻ പിടിച്ചുകുലുക്കി. ചാണക്യനെ കണ്ട് ആളുകൾ ചിരിച്ചു. ഈ മെലിഞ്ഞ ബ്രാഹ്മണൻ എന്തു ചെയ്യാൻ? ചിലർ അദ്ദേഹത്തെ സന്യാസിയെന്ന് കരുതി, ചിലർ ഭ്രാന്തനെന്ന്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പോലും ചോദിച്ചു, ആചാര്യ, എല്ലാവരും നിങ്ങളെ പരിഹസിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ശാന്തനായിരിക്കുന്നത്? ചാണക്യൻ ഇത്രമാത്രം പറഞ്ഞു: ഞാനിന്ന് ഉച്ചത്തിൽ ചിരിച്ചാൽ ശത്രു ജാഗരൂകനാകും, പക്ഷെ ഞാൻ അവന്റെ മുന്നിൽ കരഞ്ഞാൽ അവൻ സമാധാനത്തോടെ ഉറങ്ങും. അവിടെയായിരിക്കും എന്റെ വിജയത്തിന്റെ തുടക്കം. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാം, പക്ഷെ ഇതാണ് ചക്രവർത്തിയെ സൃഷ്ടിക്കുന്ന തന്ത്രം. ലോകം ശക്തനെ ഭയപ്പെടുന്നു എന്ന് ചാണക്യൻ അറിഞ്ഞു. പക്ഷേ ലോകം വിഡ്ഢിയെ അവഗണിക്കുന്നു. ആരാണോ അവഗണിക്കപ്പെടുന്നത് അവനാണ് ഏറ്റവും വലിയ ഭീഷണി. ചിന്തിക്കൂ, ഒരു സഭയിൽ ചാണക്യൻ കുനിഞ്ഞ് ധനനന്ദനെ വണങ്ങുന്നു. ധനനന്ദൻ ചിരിക്കുന്നു, കളിയാക്കുന്നു. ഹേ ബ്രാഹ്മണ, രാഷ്ട്രീയം വിടൂ, കഥകൾ വായിക്കൂ. പക്ഷേ ചാണക്യൻ തലകുനിക്കുന്നു, ചിരിക്കുന്നു. കാരണം സമയം വരുന്നതിനു മുമ്പ് തിളങ്ങുന്നത് സൂര്യനല്ല, മിന്നാമിന്നിയാണ് എന്ന് അദ്ദേഹത്തിനറിയാം. ഞാനൊരു സൂര്യനാണ്. സമയം വരട്ടെ, ഈ ഭൂമി മുഴുവൻ എന്റെ പ്രഭയിൽ കുലുങ്ങും. ചിരിക്കുക, കരയുക, പക്ഷെ വിഡ്ഢിയായി തുടരുക. ഇതായിരുന്നു ചാണക്യന്റെ മാസ്റ്റർ പ്ലാൻ. അദ്ദേഹം എല്ലാ കൊട്ടാരങ്ങളിലും പോയി എല്ലാ രാജാക്കന്മാരെയും കണ്ടു. എല്ലാ തവണയും സ്വയം ചെറുതായി, നിഷ്കളങ്കമായി, നിസ്സഹായനായി കാണിച്ചു. പക്ഷേ ഉള്ളിന്റെയുള്ളിൽ അദ്ദേഹം ഓരോ രാജാവിന്റെയും സ്വഭാവം, സൈന്യം, ദൗർബല്യം എല്ലാം കുറിച്ചെടുത്തു. ഓരോ ചിരിക്കു പിന്നിലും ഒരു ആഴത്തിലുള്ള നീക്കം ഒളിഞ്ഞിരുന്നു. ഓരോ കണ്ണുനീരിനു പിന്നിലും ഒരു പുതിയ കരുക്കൾ നിരത്തി. നിങ്ങൾക്കറിയാമോ, ചന്ദ്രഗുപ്തനെ സിംഹാസനത്തിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് എന്തിനാണ്? യുദ്ധത്തിനല്ല, മറിച്ച് ചന്ദ്രഗുപ്തൻ ഒരു ഭീഷണിയെ അല്ലെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനാണ്. ലോകം ചിരിച്ചപ്പോൾ ചാണക്യൻ ചന്ദ്രഗുപ്തനെ യുദ്ധം പഠിപ്പിച്ചു. ലോകമുറങ്ങിയപ്പോൾ ചാണക്യൻ ഭരണകാര്യങ്ങൾ പഠിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം: ആളുകൾ നിങ്ങളെ വിഡ്ഢിയെന്ന് കരുതുന്ന ഓരോ നിമിഷവും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങളതിൽ അപമാനം കണ്ടെത്തുന്നുണ്ടോ, അതോ അവസരം? ചാണക്യൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടിയാൽ സ്വയം കൂടുതൽ താഴ്ത്തിക്കൊടുക്കുക. അതുവഴി അവന്റെ കണ്ണുകൾ അടയും. എന്നിട്ട് പെട്ടെന്നുയർന്നുവരിക, അവന് കാണാൻ കഴിയാത്തത്ര ഉയരത്തിലേക്ക്. ഈ തന്ത്രം രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ജീവിതത്തിലും ബാധകമാണ്. ഇന്നത്തെ കാലം പ്രകടനത്തിന്റേതാണ്. എല്ലാവരും സ്മാർട്ടായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു, ജ്ഞാനിയായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ചാണക്യൻ പറയുന്നു, ശരിക്കും ജ്ഞാനിയായ ഒരാൾക്ക് അത് തെളിയിക്കേണ്ട ആവശ്യമില്ല. അയാൾ നിശബ്ദനായിരിക്കും. അങ്ങനെ സമയം അദ്ദേഹത്തിന്റെ ശബ്ദമായി മാറും. അപ്പോൾ ചിന്തിക്കൂ, സ്വയം തെളിയിക്കാനുള്ള ഈ ഓട്ടത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണോ? എല്ലാ വിമർശനത്തിനും മറുപടി നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ചാണക്യനെപ്പോലെ സ്വയം വിഡ്ഢിയായി കാണിച്ച് ശാന്തമായി നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണോ? യഥാർത്ഥ കളിക്കാരൻ തന്റെ കാർഡുകൾ അവസാനം മാത്രം കളിക്കുന്നവനാണ്. അതുവരെ തന്റെ കയ്യിലൊന്നുമില്ലെന്ന് എല്ലാവരും കരുതും. ചാണക്യൻ അതാണ് ചെയ്തത്. എല്ലാവർക്കും വിഡ്ഢിത്തം കാണിച്ചുകൊടുത്തു. എല്ലാവരുടെയും മുന്നിൽ തോൽവി സമ്മതിച്ചു. പക്ഷേ ഉള്ളിന്റെയുള്ളിൽ ഓരോ തോൽവിയെയും വിജയമാക്കി മാറ്റാൻ അദ്ദേഹം തയ്യാറെടുപ്പ് തുടർന്നു. അവസാനം ചന്ദ്രഗുപ്തൻ മഗധയുടെ സിംഹാസനത്തിലിരുന്നപ്പോൾ
ധനനന്ദന്റെ അന്ത്യം സംഭവിച്ചപ്പോൾ ഭാരതം മുഴുവൻ ഐക്യപ്പെട്ടപ്പോഴും ചാണക്യൻ പറഞ്ഞില്ല, ഇത് ഞാൻ ചെയ്തതാണ്. അദ്ദേഹം പുഞ്ചിരിച്ചു കാട്ടിലേക്ക് മടങ്ങി. എന്തുകൊണ്ട്? കാരണം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ് യഥാർത്ഥ വിജയം. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിച്ചാൽ പുഞ്ചിരിക്കുക. കാരണം നിങ്ങൾ മാത്രമായിരിക്കും മുഖത്ത് നിഷ്കളങ്കതയും മനസ്സിൽ വിപ്ലവത്തിന്റെ തീയും ഒളിപ്പിച്ചുവെച്ചയാൾ. അധ്യായം 5. വിവരം, വിഡ്ഢിയുടെ ഏറ്റവും അപകടകരമായ സ്വത്ത്. ചാരവൃത്തിയുടെ ശക്തി. ആരുടെ കൈയിലാണോ വാളുള്ളത് അയാൾ യുദ്ധം ജയിക്കും. പക്ഷേ ആരുടെ കൈയിലാണോ വിവരമുള്ളത് അയാൾ ഒരു യുഗത്തെ തന്നെ മാറ്റിമറിക്കും. വിവരം, ഇൻഫർമേഷൻ. വാക്ക് ചെറുതാണ്, പക്ഷേ സാമ്രാജ്യങ്ങളെ തകർക്കാനും കെട്ടിപ്പടുക്കാനും കഴിയുന്ന ഏറ്റവും വലിയ ശക്തിയാണിത്. ചാണക്യന് വാളോ പണമോ സൈന്യമോ വേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് വിവരങ്ങളായിരുന്നു. ശത്രു എന്തു ചിന്തിക്കുന്നു, എന്തു പറയുന്നു, എല്ലാറ്റിനുമുപരിയായി ആരെയാണ് അവൻ വിശ്വസിക്കുന്നത്? രംഗം മാറുന്നു. ഒരു ഗുഹയ്ക്കുള്ളിൽ ദീപനാളങ്ങൾ കത്തുന്നു. ചാണക്യൻ ഒരു ചെറിയ കുട്ടിയെ ഉപദേശിക്കുന്നു. സ്റ്റാർ രാജ്യത്തിന്റെ മതിലുകൾ തകർക്കാൻ യുദ്ധം ആവശ്യമില്ല, രാജ്യത്തിന്റെ രഹസ്യങ്ങളാണ് ആവശ്യം. എന്തായിരുന്നു ചാണക്യന്റെ ഏറ്റവും അപകടകരമായ ആയുധം? വിവരം. എവിടെയാണ് ഏത് സേനാനായകൻ തൃപ്തനല്ലാത്തത്? ഏത് മന്ത്രിയുടെ ഭാര്യയ്ക്കാണ് ധനനന്ദനോട് ദേഷ്യമുള്ളത്? ഏത് ഗ്രാമത്തിലാണ് എത്ര സൈന്യത്തെ വിന്യസിച്ചിട്ടുള്ളത്? ഏത് രാജാവാണ് രാത്രി മധ്യലഹരിയിൽ തന്റെ പദ്ധതികൾ പുറത്തു പറയുന്നത്? ഓരോ വാക്കും ഓരോ അടക്കിപ്പിടിച്ച സംസാരവും രാജാവ് അറിയുന്നതിനു മുൻപ് ചാണക്യനിലെത്തിയിരുന്നു. ഇതായിരുന്നു ചാണക്യന്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കളി. താൻ തോറ്റ ഒരു ബ്രാഹ്മണനാണെന്ന് അദ്ദേഹം ലോകത്തെ കാണിച്ചു. പക്ഷേ സത്യത്തിൽ അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും മാരകമായ ഇന്റലിജൻസ് നെറ്റ്വർക്കിന് അടിത്തറയിടുകയായിരുന്നു. അദ്ദേഹം എന്തു ചെയ്തു? സാധുക്കളായി ചാരന്മാരെ സൃഷ്ടിച്ചു. കൊട്ടാരത്തിലെ വിവരങ്ങൾ ശേഖരിക്കാൻ വേശ്യകളെ പരിശീലിപ്പിച്ചു. കൊട്ടാരത്തിനു ചുറ്റും ഭിക്ഷക്കാരെ ഇരുത്തി. വീണുപോയ ഓരോ വാക്കും അവർ മനസ്സിൽ രേഖപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം വാളുകൾ കൊണ്ടല്ല, വിവരങ്ങൾ കൊണ്ടാണ് ജയിക്കുന്നത്. ഒരൽപ്പം ചിന്തിക്കുക. നിങ്ങളുടെ ശത്രുവിന്റെ എല്ലാ ദൗർബല്യങ്ങളും, എല്ലാ ശീലങ്ങളും, എല്ലാ ബന്ധങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും തോൽക്കുമോ? ഇതാണ് ചാണക്യന് അറിയാമായിരുന്നത്. ഇനി നമുക്ക് ആധുനിക ലോകത്തേക്ക് വരാം. ഇന്ന് വിവരങ്ങളുടെ രൂപം മാറിയിരിക്കുന്നു. മൊബൈൽ ഡാറ്റ, ചാറ്റുകൾ, ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ. പക്ഷേ അടിസ്ഥാന തത്വം ഒന്നുതന്നെയാണ്. ആർക്കാണോ ഏറ്റവും കൂടുതൽ ഏറ്റവും കൃത്യമായ വിവരമുള്ളത് അവനാണ് ഏറ്റവും അപകടകാരി. ഇന്ന് നിങ്ങൾ ജീവിതത്തിലെ ഏതെങ്കിലും യുദ്ധത്തിലാണെങ്കിൽ, ബിസിനസ്, കരിയർ, രാഷ്ട്രീയം, ബന്ധങ്ങൾ, വിവരങ്ങളില്ലാതെ, ഹോംവർക്ക് ചെയ്യാതെ, വെറും വികാരങ്ങളിൽ മാത്രം ഒഴുകി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചാണക്യനെതിരെ വിവരങ്ങളില്ലാതെ യുദ്ധത്തിനിറങ്ങിയ രാജാവിനെപ്പോലെയാണ്. ചരിത്രം സാക്ഷിയാണ്, അവന്റെ അന്ത്യം എപ്പോഴും നാശമായിരുന്നു. ചാണക്യന്റെ അവസാനത്തെ ആക്രമണവും വിവരം തന്നെയായിരുന്നു. ധനനന്ദൻ ഏറ്റവും സുരക്ഷിതനായിരുന്നപ്പോൾ, സൈന്യം തയ്യാറായിരുന്നപ്പോൾ, കോട്ട ശക്തമായിരുന്നപ്പോൾ ചാണക്യൻ രഹസ്യമായി അദ്ദേഹത്തിന്റെ മന്ത്രിക്ക് ഒരു കത്തയച്ചു. ആ കത്തിൽ ഇത്രമാത്രമേ എഴുതിയിരുന്നുള്ളൂ: നീ ആരെയാണോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അവനാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു. മന്ത്രി അസ്വസ്ഥനായി. രാജാവിനെ ഭയപ്പെടാൻ തുടങ്ങി. രാജാവിന് സംശയം തോന്നി. അവർ പരസ്പരം കൊല്ലാൻ പദ്ധതിയിടാൻ തുടങ്ങി. ചാണക്യൻ യുദ്ധം ചെയ്യാതെ മഗധയെ ഉള്ളിൽ നിന്ന് തകർത്തു. വിവരം ഒരു നിശബ്ദ ആക്രമണമാണ്, അത് കാണുന്നില്ല. പക്ഷേ അത് ഹൃദയത്തെയും അധികാരത്തെയും നേരിട്ട് പിളർത്തുന്നു. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം: നിങ്ങൾ വിവരമുള്ള ആളാണോ അതോ വെറും പ്രതികരിക്കുന്ന യോദ്ധാവോ? നിങ്ങൾ ഓരോ തീരുമാനത്തിനു മുൻപ് വിവരങ്ങൾ ശേഖരിക്കാറുണ്ടോ അതോ വെറുതെ ജനക്കൂട്ടത്തിൽ ഒഴുകിപ്പോകുമോ? കാരണം ചാണക്യനീതി ഇന്നും പറയുന്നു, യുദ്ധത്തിനു മുൻപ് അറിയുന്നവന് യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഈ അധ്യായം അവസാനിക്കുന്നു. പക്ഷേ നിങ്ങൾക്കായി ഒരു ചോദ്യം അവശേഷിപ്പിക്കുന്നു. നിങ്ങൾക്കും വിഡ്ഢിയായി കാണപ്പെടുകയും ഉള്ളിൽ നിന്ന് അപകടകാരിയായിരിക്കുകയും ചെയ്യുന്ന ആ നിശബ്ദ യോദ്ധാവാകാൻ കഴിയുമോ? ഇതൊരു കഥ മാത്രമല്ല, ഒരു വിപ്ലവത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും കഴിയും. നിങ്ങൾ ഈ വിവരങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തയ്യാറാണോ? ഈ തത്വങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കണം എന്ന് കണ്ടെത്താൻ ഞാൻ സഹായിക്കട്ടെയോ?